ഗുഡ് മോർണിംഗ്. ഞാനൊരു ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ കാണുന്നുണ്ടോ എന്ന് നോക്കിയേ. നമ്മള് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ നമ്മളെ ലാസ്റ്റ് സെക്ഷനിൽ എത്തിയല്ലേ. എവിടെ വരെയാണ് നമ്മള് 10 യൂസസ് അല്ലേ പറഞ്ഞത് കമ്പ്യൂട്ടേഴ്സിന്റെ അല്ലെ. 10 യൂസസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ ഹോസ്പിറ്റൽ ഇതല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. അവിടെ എത്തി നമ്മള് ഏഴാമത്തെ കമ്മ്യൂണിക്കേഷൻ വരെ കംപ്ലീറ്റ് ആയില്ലേ. അല്ലെ. ഏതൊക്കെയായിരുന്നു യൂസസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ ഹോസ്പിറ്റൽ? ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ ഏത് പറഞ്ഞ? മെഡിക്കൽ എക്യുപ്മെന്റ് ആൻഡ് ഇമേജിംഗ്. പിന്നെ നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ. സെവൻത് വൺ അല്ലെ. പിന്നെ അത് യൂസസ് ഇൻ സർജിക്കൽ പ്രൊസീജിയറിൽ ഇൻവെന്ററിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ മെഡിക്കൽ റിസർച്ച്, മോണിറ്റർ പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ഫസ്റ്റ് ആണ് മെയിൻറ്റെയിൻ പേഷ്യന്റ് ഇൻഫർമേഷൻ അല്ലെ. ഇനി ടെലിമെഡിസിൻ ആണ് എടുക്കേണ്ടത്. ഓക്കെ, വെരി ഗുഡ്. കമ്മ്യൂണിക്കേഷൻ വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തു അല്ലെ. 7 എണ്ണം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ദെൻ അടുത്തത് 8ാമത്തെ നോക്കിയോ കേട്ടോ. ടെലിമെഡിസിൻ. ടെലിമെഡിസിൻ എന്താണ് ടെലിമെഡിസിൻ എന്ന് പറഞ്ഞേ നോക്കിയേ. ദ ആക്ട് ഓഫ് ട്രീറ്റിംഗ് പേഷ്യൻസ് റിമോട്ട്ലി. റിമോട്ട്ലി എന്ന് പറഞ്ഞാൽ എന്താ? വിദൂരമായി, ദൂരത്ത് നിന്നുകൊണ്ട്. റിമോട്ട്ലി, വിദൂരമായി. ഇനി ഞാൻ neither the patient nor the practitioner is present physically is considered to be telemedicine. എന്താ ടെലിമെഡിസിൻ എന്ന് പറഞ്ഞേക്കുന്നത്? അതായത് ഈ ഡോക്ടർ പേഷ്യന്റിനെ ഡയറക്റ്റ് നേരിട്ട് അവർ ഫിസിക്കലി ശാരീരികമായി അല്ലെങ്കിൽ അവര് നേരിട്ട് എന്ത് ചെയ്യുന്നില്ല, കോണ്ടാക്ട് ചെയ്യുന്നില്ല. എങ്ങനെയാണത്? ടെലികമ്മ്യൂണിക്കേഷനിലൂടെ അല്ലെ. നമുക്ക് കമ്പ്യൂട്ടർ വഴി തന്നെ ദൂരത്ത് നിന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അവര് പരസ്പരം പേഷ്യന്റും ഈ ഡോക്ടറും തമ്മിൽ ഹെൽത്ത് ഇൻഫർമേഷൻസ് കൈമാറുന്നത്. ഇപ്പൊ നമ്മളിങ്ങനെ നമുക്ക് ഡയറക്റ്റ് നേരെ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റാത്ത സാഹചര്യം ഇല്ലേ. ഇപ്പൊ നമുക്ക് കൊറോണ ഇതൊക്കെ വന്നു. അപ്പൊ ആ ഒരു ടൈമില് നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ ഡോക്ടറിനെ കാണാനായിട്ടുള്ള ഒരു ഓൺലൈൻ ട്രീറ്റ്മെന്റ് ആണ് ടെലിമെഡിസിൻ എന്ന് പറയുന്നത് കേട്ടോ. പേഷ്യന്റോ അല്ലെങ്കിൽ പ്രാക്ടീഷണറോ അല്ലെങ്കിൽ ഡോക്ടറോ ഡയറക്റ്റ് എങ്ങനെയാ ഫിസിക്കലി നോക്കിയ ഈസ് പ്രസന്റ്, ഫിസിക്കലി ഈസ് കൺസിഡേർഡ്. അവരെന്താ പറഞ്ഞത്? ഡയറക്റ്റ്, അതായത് ഫിസിക്കലി അവര് കോണ്ടാക്ട് ചെയ്യുന്നില്ല. അതാണ് നേരിട്ട് ഹാജരാക്കാതെ അവര് പരസ്പരം ദൂരത്ത് നിന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? ഡോക്ടർ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. ആ ഒരു പ്രോസസ്സാണ് ടെലിമെഡിസിൻ. അതായത് എന്താ പറയുന്നേ? ഓൺലൈൻ ആയിട്ട് കൺസൾട്ട് ചെയ്യുന്ന സംവിധാനം. ഓൺലൈനായിട്ട് കൺസൾട്ട് ചെയ്യുന്ന സംവിധാനമാണ് ടെലിമെഡിസിൻ. ഓക്കെ. Doctors may now connect with the patient and other medical personnel thanks to computers and cell phones. ഇത് ഉപയോഗിച്ചിട്ട് കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ സെൽഫോണിന്റെയോ സഹായത്തോടു കൂടി ഈ ഡോക്ടർ പേഷ്യൻസും ആയിട്ടോ മറ്റുള്ള സ്റ്റാഫുകളും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നു? ഈ വിവരങ്ങള് കൈമാറുന്നു. ഓക്കെ. ഒരു അതായത് ഡയറക്റ്റ് അവർ കോണ്ടാക്ട് ചെയ്യുന്നില്ല എന്ന് മാത്രം. ഓക്കെ. ഒന്നിലെ ഫോൺ വഴിയോ സെൽഫോൺ വഴിയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വഴിയോ അവര് ഇൻഫർമേഷൻസ് പരസ്പരം കൈമാറുന്നു. ഡ്യൂറിംഗ് നാച്ചുറൽ കലാമിറ്റീസ് ടെലിമെഡിസിൻ ഈസ് ക്രൂഷ്യൽ ആസ് വെൽ. ക്രൂഷ്യൽ എന്ന് പറഞ്ഞാൽ നിർണായകമാണ്. എങ്ങനെ? ഡ്യൂറിംഗ് നാച്ചുറൽ കലാമിറ്റീസ്. നാച്ചുറൽ കലാമിറ്റീസ് എന്ന പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ ഈ ടെലിമെഡിസിൻ എന്താണ്? നിർണായകമാണ്. ടെലിമെഡിസിൻ ഈസ് ക്രൂഷ്യൽ.
കൊറോണ സമയത്ത് അല്ലേ, ശരിയാണ്. അപ്പൊ കൊറോണ സമയത്ത് നമുക്ക് ലോക്ക്ഡൌണും നമ്മളിപ്പോ എന്താ ഡയറക്റ്റ് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഓൺലൈനായിട്ട് ഇതുപോലെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാനും ഡോക്ടർ ഇങ്ങനെ എന്താ പറയാ ഡയറക്റ്റ് നമ്മള് ഡയറക്റ്റ് പോകുന്നില്ല, അതാണ് കേട്ടോ. ഒരു ഓൺലൈനായിട്ട് നമുക്ക് മെഡിസിൻസ് ഒക്കെ അല്ലെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന സംവിധാനമാണ് ടെലിമെഡിസിൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് എന്റെ സിസ്റ്റർ പ്രഗ്നന്റ് ആയപ്പോൾ ടെലിമെഡിസിൻ ആയിരുന്നു. സഫീറ ഇവിടെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. സഫീറയുടെ സിസ്റ്റർ പ്രഗ്നന്റ് ടൈമില് ടെലിമെഡിസിൻ ആയിരുന്നു യൂസ് ചെയ്തെന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഡയറക്റ്റ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കാണുന്നില്ല. അത് പകരം എങ്ങനെയാ, നമ്മളിപ്പോ വീട്ടിൽ ഇരുന്നുകൊണ്ടാണെങ്കിലും നമ്മൾ ഓൺലൈനിലൂടെ ഡോക്ടർ നമ്മളെ കൺസൾട്ട് ചെയ്യുന്നു. അതാണ് ടെലിമെഡിസിൻ എന്ന് പറയുന്നത്. അവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തേക്കാണ്. നാച്ചുറൽ കലാമിറ്റീസ്, പ്രകൃതി ദുരന്തങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് ആ ഒരു ടൈമില് ടെലിമെഡിസിൻ വളരെയധികം നിർണായകമാണ്. Telemedicine is crucial. And the first sentence on the note കേട്ടോ. The act of treating patients remotely, which ആണ് വിദൂരത്തിൽ നിന്നുകൊണ്ട് പേഷ്യൻസോ ആയിട്ട് ഈ ഡോക്ടർ എങ്ങനെയായിരുന്നു ഫിസിക്കലി ഒരു കോണ്ടാക്റ്റും ഇല്ല, ഒരു ടെലിഫോണിലൂടെ അല്ലെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൂടെ എന്ത് ചെയ്യുന്നു, ഡോക്ടർ കൺസൾട്ട് ചെയ്യുന്നതാണ് ടെലിമെഡിസിൻ. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തതാണ് കസ്റ്റമർ സർവീസ്. അടുത്ത കമ്പ്യൂട്ടറിന്റെ ഒരു യൂസ് ആണ് ഹോസ്പിറ്റലില് നല്ലൊരു കസ്റ്റമർ സർവീസ് കൊടുക്കുക എന്നുള്ളത്. Okay, hospital now use automatic system like artificial intelligence (AI), artificial intelligence to provide regular customer service to the patients. Regular ആയിട്ട് കസ്റ്റമർ സർവീസ് പേഷ്യൻസിന് കൊടുക്കുന്നു. ഏതൊക്കെയാ? സച്ച് ആസ് പേയ്മെന്റുകള്, ഹോസ്പിറ്റലിലെ പേയ്മെന്റുകള് അടയ്ക്കാൻ പറ്റുന്നു. പിന്നെ അതുപോലെ മേക്കിംഗ് ഡിമാൻഡ്സ്, അവരുടെ ആവശ്യങ്ങൾ, പേഷ്യൻസിന്റെ ആവശ്യങ്ങള്, ആൻഡ് കംപ്ലൈന്റ്സ്, അവരുടെ പരാതികളൊക്കെ എന്ത് ചെയ്യുന്നു, ഈ ഒരു നല്ലൊരു അപ്പൊ നമ്മളത് കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതിനൊരു സൊല്യൂഷൻ ഹോസ്പിറ്റലിൽ നിന്നും നമുക്ക് തരാനായിട്ട് പറ്റും. അതായത് നല്ലൊരു കസ്റ്റമർ സർവീസ് ഈ സിസ്റ്റം വഴി സാധ്യമാകുന്നു എന്നുള്ളത്. ഓക്കെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ നമ്മള് എന്താ പറയാ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലെ, കമ്പ്യൂട്ടർ സംവിധാനങ്ങളാണ് ഹോസ്പിറ്റലില് AI പോലെ ഹോസ്പിറ്റലില് നമുക്ക് ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റം, അതായത് കമ്പ്യൂട്ടർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ റെഗുലർ ആയിട്ട് നല്ല രീതിയിൽ നല്ലൊരു കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഈ സിസ്റ്റം വഴി, കമ്പ്യൂട്ടർ വഴി സാധിക്കുന്നു. അപ്പൊ തന്നെ നമുക്ക് നമ്മൾ കൊടുക്കുന്ന പരാതികളാണെങ്കിലും നമ്മുടെ പേയ്മെന്റ്സുകളാണെങ്കിലും പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യാനായിട്ട് സിസ്റ്റം വഴി സാധിക്കുന്നു. അതായത് സാധാരണ സ്റ്റാഫുകളിൽ നിന്ന് ചെയ്യണേക്കായി പെട്ടെന്നാവില്ലേ, റിസൾട്ട് നമുക്ക് പെട്ടെന്നാവും. അതുപോലെ നല്ലൊരു സർവീസും കസ്റ്റമർ സർവീസും നൽകാൻ കമ്പ്യൂട്ടർ വഴി സഹായിക്കുന്നു. ഓക്കെ, അടുത്തത് നമ്മൾ പറഞ്ഞത് 9ാമത്തെ കസ്റ്റമർ സർവീസ്. നെക്സ്റ്റ് 10th വൺ, ലാസ്റ്റ് ആണ് കേട്ടോ, ഓൺലൈൻ പേയ്മെന്റ്. അത് നമുക്ക് അറിയാവുന്ന, നമ്മളും ചെയ്യാറുണ്ട് അല്ലെ, ഓൺലൈനായിട്ട് പേയ്മെന്റ് ചെയ്യാറില്ലേ നമ്മള് അല്ലെ? ഓൺലൈൻ പേയ്മെന്റ് ചെയ്യാറുണ്ട് അല്ലെ? ബില്ലുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഓൺലൈനായിട്ട് പേയ്മെന്റുകൾ ചെയ്യാം. ഹോസ്പിറ്റലിലേക്കുള്ളത് ഡയറക്റ്റ് പോയി ക്യാഷ് അടയ്ക്കണ്ട അല്ലെ, എന്തെങ്കിലും ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ പേയ്മെന്റ് ഓൺലൈനായിട്ട് കൊടുക്കാം. Hospital now makes the use of online payment portal to help the patients to pay their hospital bills online. അപ്പൊ ഓൺലൈൻ പേയ്മെന്റ് ഹോസ്പിറ്റൽ ബില്ലുകള് ഓൺലൈനായിട്ട് അടയ്ക്കാനായിട്ട് സഹായിക്കുന്നു. This decrease, അപ്പൊ ഇങ്ങനെ ഓൺലൈനായിട്ട് അടയ്ക്കുമ്പോൾ എന്താ നോക്കിയേ, this decrease the chance of errors, പിശകുകൾ വരാനുള്ള സാധ്യത കുറയൂലേ.
അല്ലെ? ഡയറക്റ്റ് അടയ്ക്കുന്നതിനേക്കാൾ നമ്മൾ ഓൺലൈനായിട്ട് അടയ്ക്കുമ്പോൾ നമുക്ക് പിശകുകൾ വരാനുള്ള സാധ്യതകൾ കുറയുന്നു. And the task is performed in less time. ആ ഒരു ടാസ്കിന് വേണ്ടി ആ ടാസ്ക് നിർവഹിക്കാൻ അല്ലെങ്കിൽ ബില്ല് അടയ്ക്കാനൊക്കെ നമ്മൾ ചെലവാക്കുന്ന സമയം എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് സമയം മതി. ഫയലുകൾ എടുക്കാനോ തിരയാനോ നമ്മൾ അതിനകത്ത് ഡയറക്റ്റ് ഹാൻഡ് റിട്ടേൺ ആയിട്ട് എഴുതാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സമയമൊന്നും വേണ്ട അല്ലെ? ഒറ്റ ക്ലിക്കില് നമുക്കിങ്ങനെ ഓൺലൈനായിട്ട് നമുക്ക് ബില്ലുകളൊക്കെ സെറ്റ് ചെയ്യാം. അതുവഴി നമുക്ക് മെഡിക്കൽ പിശകുകൾ എറേഴ്സ് കുറയ്ക്കാൻ സാധിക്കുന്നു. ആ ഒരു ടാസ്കിന് വേണ്ടി എടുക്കുന്ന ആ ടൈം അല്ലെ, അതിനുവേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന ടൈം കുറയ്ക്കാനും സാധിക്കുന്നു. അണ്ടർലൈൻ ചെയ്തോണ്ട് അത് ഓൺലൈൻ പേയ്മെന്റ് നമുക്ക് ഈ കമ്പ്യൂട്ടർ വഴി നമുക്ക് പേയ്മെന്റ് ഓൺലൈൻ ബില്ലുകൾ അടയ്ക്കാൻ പറ്റുന്നു. അതെന്താ? അതിന്റെ നമുക്ക് വരുന്ന എററുകൾ പിശകുകൾ വരാനുള്ള സാധ്യത കുറയ്ക്കുകയും ആ ടാസ്ക് വേണ്ടി നമ്മൾ ചെലവാക്കുന്ന ടൈം കുറയ്ക്കാനും സാധിക്കുന്നു. ആ രണ്ട് അഡ്വാൻറ്റേജ് കേട്ടോ. ഓൺലൈൻ പേയ്മെന്റിന്റെ അഡ്വാൻറ്റേജും ആ രണ്ട് സെന്റൻസും അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. അപ്പൊ അത്രയാണ് നമ്മള് ഹെൽത്ത് യൂസസ് ആണ് കേട്ടോ. പത്താമത് ഓൺലൈൻ പേയ്മെന്റ്. അത്രയൊന്ന് വായിച്ചൊക്കെ നോക്കി വെക്കാം. ഇനി ലാസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ. ഇത് നമ്മൾ മൂന്നെണ്ണം എടുത്ത് ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് എല്ലാം കറക്റ്റ് അല്ലേ? ടെലിമെഡിസിനിൽ ഉപയോഗിക്കുന്നുണ്ട്, കസ്റ്റമർ സർവീസിന് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്, ഓൺലൈൻ പേയ്മെന്റിന് ഓൺലൈനായിട്ട് പേയ്മെന്റുകൾ അടയ്ക്കാനായിട്ട് ഈ സിസ്റ്റം കമ്പ്യൂട്ടർ വഴി സാധിക്കുന്നുണ്ട്. ഇനിയാണ് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ HIM. ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ. എക്സ്പാൻഡഡ് ഫോം ഒന്ന് നോട്ട് ചെയ്തു കേട്ടോ. ഷോർട്ട് ഫോം എക്സ്പാൻഡഡ് ഫോം ഒക്കെ നോട്ട് ചെയ്ത് വെക്കാം. ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ ഓർഗനൈസ് സംഘടിപ്പിക്കുന്നു, ഓവർസീസ് മേൽനോട്ടം വഹിക്കുന്നു, ആൻഡ് പ്രൊട്ടക്ട് സംരക്ഷിക്കുന്നു. എന്താണെന്ന് നോക്കിയേ? പേഷ്യന്റ് ഹെൽത്ത് ഇൻഫർമേഷൻ ഡേറ്റ. പേഷ്യൻസിന്റെ ഹെൽത്ത് ഇൻഫർമേഷൻ ഡേറ്റാസ് എന്ത് ചെയ്യുന്നു? സംഘടിപ്പിക്കുന്നു, അതിന് മേൽനോട്ടം വഹിക്കുന്നു, അത് സംരക്ഷിക്കുകയും ചെയ്യുന്നത് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ ആണ്. ഓക്കെ, അടുത്ത നോക്കിയേ. Which includes, അതിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാ? പേഷ്യന്റ് ഹെൽത്ത് ഇൻഫർമേഷൻ ഡേറ്റയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ ഏതൊക്കെയാ? സിംറ്റംസ്, ഡയഗ്നോസിസ്, മെഡിക്കൽ ഹിസ്റ്ററി, ടെസ്റ്റ് റിസൾട്ടുകള്, അതുപോലെ പലതരത്തിലുള്ള പ്രൊസീജിയേഴ്സ്, നടപടിക്രമങ്ങള്, ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു പേഷ്യന്റിന്റെ ഹെൽത്ത് ഇൻഫർമേഷൻ ഡേറ്റ എന്ത് ചെയ്യുന്നു? ഓർഗനൈസ് ചെയ്യുന്നു, ഓവർസീസ് അത് മേൽനോട്ടം വഹിക്കുന്നു, അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അത്. ഓർഗനൈസ് അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. oversees and protect the patient health information data. ആരാണ്? ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ ആണ്. ഓക്കെ, അവിടെ എക്സ്പാൻഡഡ് ഫോമും എടുക്കുന്നുണ്ട്. പിന്നെ അവിടെ ഹു ഓർഗനൈസ് ഓവർസീസ് അങ്ങനെയും ചോദിക്കാം കേട്ടോ. ആ രണ്ട് ക്വസ്റ്റ്യൻ ആയിട്ട് അവിടെ നോട്ട് ചെയ്ത് വെച്ചോ. ഇനി അടുത്ത് നോക്കിയാൽ ദ എക്സാക്ട് ജോബ് ഡിസ്ക്രിപ്ഷൻ റിലീസ് ഓൺ ദ പ്രൊഫഷണൽ ജോബ് ടൈറ്റിൽ. അവരുടെ ആ കൃത്യമായിട്ടുള്ള ആ ജോബ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് ആ പേരിൽ തന്നെ നമുക്കറിയാം അല്ലെ? ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ, അതാണ് പേര്. അപ്പൊ എന്താ? പേഷ്യൻസിന്റെ ഹെൽത്ത് ഇൻഫർമേഷൻ ഡേറ്റ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൽ വരുന്നത് അല്ലെ? ഹെൽത്ത് ഇൻഫർമേഷൻ ഡേറ്റാസ്. അപ്പൊ അത് എന്താണ് അദ്ദേഹത്തിന്റെ ആ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്നുള്ളത് ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. However, എന്നിരുന്നാലും there are some daily tasks that most health information managers do. സാധാരണയായിട്ട് നമുക്ക് ഈ ചില എന്താ പറയാ ഡെയിലി അവർ ചെയ്യേണ്ട ടാസ്കുകൾ, ചില ദൈനംദിനമായിട്ട് അവര് ചെയ്യുന്ന ജോലികള് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നുണ്ട്. പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം എന്താണ് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ. ആ പേരിൽ നിന്ന് തന്നെ അറിയാം പേഷ്യന്റിന്റെ ഹെൽത്ത് ഇൻഫർമേഷൻ ഡേറ്റാസ് ഓർഗനൈസ് ചെയ്യുക, ഓവർസീസ് ചെയ്യുക, അതിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്നിരുന്നാൽ പോലും എന്താ അദ്ദേഹം ഡെയിലി ചെയ്യേണ്ട കുറച്ച് ടാസ്കുകൾ, ജോലികളാണ് ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. നോക്കിയേ, ഡ്യൂട്ടീസ് ഓഫ് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ. ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജറിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? നോക്കിയേ,
Establish health information system and a process to ensure the complete and accurate documentation of medical record. Medical record in പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ്സിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ആക്യുറേറ്റ് കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റേഷൻ എൻഷുർ ചെയ്യുന്നതിന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെ, അത് ആ സിസ്റ്റം അതിന്റെ പ്രോസസ് ഒക്കെ സ്ഥാപിക്കുക. എസ്റ്റാബ്ലിഷ് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് പ്രോസസ്. അത്രയും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. അത്രയും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജറിന്റെ ഡ്യൂട്ടീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ അത് ഇൻക്ലൂഡ് ചെയ്യുന്നതല്ലയോ എന്നുള്ളത് പോയിന്റ്സ് വായിക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പൊ ഫസ്റ്റ് എന്താ? എസ്റ്റാബ്ലിഷ്, സ്ഥാപിക്കുക. എന്താ സ്ഥാപിക്കുക? ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് പ്രോസസ്. എന്തിനു വേണ്ടിയിട്ടാണ്? മെഡിക്കൽ റെക്കോർഡ്സിന്റെ പൂർണ്ണവും കൃത്യമായിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷൻ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം, പ്രോസസ് ഇതൊക്കെ ഇന്ത്യയിൽ സ്ഥാപിക്കുക. രണ്ടാമത്തെ നോക്കിയേ, work with various medical staff including nurses and doctors to enhance the quality and accuracy of patient information. കണ്ടോ? പേഷ്യൻസിന്റെ വിവരങ്ങള് അത് അതിന്റെ ക്വാളിറ്റി, ഗുണമേന്മയും ആക്യുറസിയും കൃത്യതയും എൻഹാൻസ് ചെയ്യാന്ന് വെച്ചാൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് വേരിയസ് മെഡിക്കൽ സ്റ്റാഫുകൾ, ഡോക്ടർ, നേഴ്സസ് തുടങ്ങിയ പലതരത്തിലുള്ള മെഡിക്കൽ സ്റ്റാഫുമായിട്ട് വർക്ക് ചെയ്യുക. എന്തിനു വേണ്ടിയാ വർക്ക് ചെയ്യണേ? ടു എൻഹാൻസ് the quality and accuracy of patient information. പേഷ്യൻസിന്റെ വിവരങ്ങളുടെ ക്വാളിറ്റി, ഗുണനിലവാരവും കൃത്യതയും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് സ്റ്റാഫുകൾ, മെഡിക്കൽ സ്റ്റാഫുമായിട്ട്, പലതരത്തിലുള്ള മെഡിക്കൽ സ്റ്റാഫുമായിട്ട് വർക്ക് ചെയ്യുക. ക്ലിയർ അല്ലേ? സെക്കൻഡ് പോയിന്റ്, വർക്ക് വിത്ത് വേരിയസ് മെഡിക്കൽ സ്റ്റാഫ്. അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതി, ബാക്കി നിങ്ങൾക്ക് അറിയാലോ. വർക്ക് വിത്ത് വേരിയസ് മെഡിക്കൽ സ്റ്റാഫ്, പലതരത്തിലുള്ള മെഡിക്കൽ സ്റ്റാഫുകൾ, ഡോക്ടറും നേഴ്സും ഒക്കെ ഉൾപ്പെടുന്ന പലതരത്തിലുള്ള മെഡിക്കൽ സ്റ്റാഫുകളുമായിട്ട് വർക്ക് ചെയ്യുക. എന്തിനു വേണ്ടിയാ അവരുമായിട്ട് വർക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ പേഷ്യൻസിന്റെ ഇൻഫർമേഷന്റെ ക്വാളിറ്റിയും ആക്യുറസിയും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. അടുത്ത് നോക്കി, കോഡുകൾ പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ കോഴ്സുകളൊക്കെ. എന്തിനാ മെഡിക്കൽ കോഡുകളൊക്കെയാണ് ഹോസ്പിറ്റലിൽ? എന്തിനാ? സേഫ്റ്റിക്ക് വേണ്ടിയിട്ടല്ലേ? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് മെഡിക്കൽ കോഡുകൾ, കളർ കോഡുകളൊക്കെ പഠിച്ചിട്ടില്ലേ നിങ്ങള്? ഓക്കെ, കോഡ് or collaborate with the coders to ensure secure and bug-free system for controlling health information. Okay, security കോഡുകൾ, ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റി കോഡുകളൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മള് കൃത്യമായിട്ട് തന്നെ ആയിരിക്കണം അല്ലെ? ആ ഒരു കോഡിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വരികയാണെങ്കിൽ നമുക്ക് അവിടെ ഉണ്ടാകുന്ന ആ ഒരു ആ ഒരു സിറ്റുവേഷൻ തന്നെ മാറാം അല്ലെ? എന്ത് എമർജൻസി ആണോ അതിനനുസരിച്ചുള്ള കോഡുകളായിരിക്കും കൊടുത്തേക്കണം. അപ്പൊ കോഡുകളുടെ കൃത്യത ഉറപ്പുവരുത്തണം. ഓക്കെ, ടു എൻഷുർ സെക്യൂർ ആൻഡ് ബഗ് ഫ്രീ സിസ്റ്റം. സെക്യൂർ, സുരക്ഷിതമായിട്ടുള്ള, ബഗ് ഫ്രീ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു സിസ്റ്റം ആണ്. ഇററുകളൊന്നുമില്ലാതെ, പിശകുകൾ അല്ലെങ്കിൽ മിസ്റ്റേക്കുകളൊന്നുമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ സിസ്റ്റമാണ് ബഗ് ഫ്രീ സിസ്റ്റം എന്ന് പറയുന്നത്. എന്തിനാ? ഫോർ കൺട്രോളിങ് ഹെൽത്ത് ഇൻഫർമേഷൻ. ഓക്കെ, നമ്മളെ ഹെൽത്ത് ഇൻഫർമേഷൻ കൺട്രോൾ ചെയ്യുന്നതിനുള്ള സുരക്ഷിതവും ബഗ് ഫ്രീ ആയിട്ടുള്ള, അതായത് ഇറർ ഫ്രീ ആയിട്ടുള്ള സംവിധാനങ്ങൾ ഉറപ്പാക്കുന്നതിനുള്ള കോഡുകള്, കറക്റ്റ് ആയിട്ടുള്ള കോഡുകൾ ഇന്ത്യയിൽ സ്ഥാപിക്കുക എന്നുള്ളത്, ഈ കോഡുകൾ ചെക്ക് ചെയ്യുക എന്നുള്ളത്, ഈ കോഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതൊക്കെ ഈ ആരാണ്? ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജറിന്റെ ഡ്യൂട്ടീസിൽ വരുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് നോക്കിയ നാലാമത്തെ പോയിന്റ്, മേക്ക് റെഗുലർ ഓഡിറ്റ്സ്. അതെല്ലായിടത്തും വേണ്ടേ? കറക്റ്റ് ആയിട്ടുള്ള ഓഡിറ്റ് വേണ്ടേ? കണക്കും കാര്യങ്ങളുടെ ഒക്കെ കൃത്യത ഉറപ്പാക്കണ്ടേ? ഓഡിറ്റ് സിസ്റ്റം വേണം അല്ലെ? മേക്ക് എ റെഗുലർ ഓഡിറ്റ് ടു എൻഷുർ ദ
information department technique and process comply with the guidelines as well as federal and state law. അപ്പൊ ഫെഡറൽ സ്റ്റേറ്റ് ലോ ഒക്കെ അനുസരിച്ച് നമ്മൾ ആ കറക്റ്റ് ആയിട്ടുള്ള ഓഡിറ്റുകള് അല്ലെ ഓഡിറ്റുകള് സ്ഥാപിക്കുക. റെഗുലർ ഓഡിറ്റ്. ഇതിനു വേണ്ട ഹെൽത്ത് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റ് അവിടുത്തെ ടെക്നിക്കൽ പ്രോസസ്സ് അവിടുത്തെ ഇതൊക്കെ നമ്മൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ആണെങ്കിൽ നമ്മള് ഒരു 6 ഇന്റർവെൽസിൽ ഓഡിറ്റ് ഒക്കെ നടത്തുമ്പോൾ കണക്കും കാര്യങ്ങളും ഒക്കെ കൃത്യത ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടല്ലേ നമ്മള് ഓഡിറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കറക്റ്റ് ആയിട്ട് ഓഡിറ്റുകൾ നടത്തുക. അത്രയൊന്നും അണ്ടർലൈൻ ചെയ്തിട്ടാലും മതി. മേക്ക് റെഗുലർ ഓഡിറ്റ്സ്. അടുത്ത് നോക്കിയേ, അഞ്ചാമത്തെ പോയിന്റ്, കോപ്പറേറ്റ് വിത്ത് ദ കംപ്ലൈന്റ്സ് ഓഫീസർ that regularly track audits and denials. Denials എന്ന് പറഞ്ഞാൽ നിഷേധങ്ങൾ. From third party insurance, third party auditors and insurance complaints and find trends in the data. എന്താണ് ഈ കംപ്ലൈന്റ്സ് ഓഫീസർ എന്ന് പറഞ്ഞാൽ? ഒരു ഓർഗനൈസേഷനില് ബാധകമായിട്ടുള്ള എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ഒരു ആന്തരികമായ നയങ്ങളും ഒക്കെ കമ്പനി പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ, അവിടുത്തെ റൂൾസും പ്രൊസീജിയറും ഒക്കെ കമ്പനി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തിയാണ് കംപ്ലൈന്റ്സ് ഓഫീസർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ കംപ്ലൈന്റ്സ് ഓഫീസറുമായിട്ട് എന്ത് ചെയ്യുക? കോപ്പറേറ്റ് ചെയ്യുക, സഹകരിക്കുക. തേർഡ് പാർട്ടി ഓഡിറ്റേഴ്സിൽ നിന്നും അതുപോലെ ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നൊക്കെയുള്ള കറക്റ്റ് ആയിട്ടുള്ള ഓഡിറ്റുകൾക്കും അവിടെയുള്ള നിഷേധങ്ങളും അവിടെ പതിവായി അത് ട്രാക്ക് ചെയ്യുകയും ഡാറ്റയിലെ പുതിയ ഡാറ്റയിലെ ട്രെൻഡുകൾ കണ്ടെത്തുകയും ചെയ്യുന്ന കംപ്ലൈന്റ്സ് ഓഫീസറുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുക. ഫുള്ള് വാരി വലിച്ച് പഠിക്കേണ്ട, ഒന്ന് ആ കുഞ്ഞു സെന്റൻസ് മാത്രം ഒന്ന് നോട്ട് ചെയ്തിടുക. കോപ്പറേറ്റ് വിത്ത് കംപ്ലൈന്റ്സ് ഓഡിറ്റേഴ്സ് ഓഫീസേഴ്സ്, കംപ്ലൈന്റ് ഓഫീസേഴ്സുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുക, സഹകരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ പാലിക്കുന്നുണ്ട് എന്നൊക്കെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ കംപ്ലൈന്റ്സ് ഓഫീസറുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുക, സഹകരിച്ച് പോവുക. Last point നോക്കി, organize and analyze health information for better utilization, process improvement, preparing reports and research purpose. Organize ചെയ്യാന്ന് വെച്ചാൽ സംഘടിപ്പിക്കുക, and analyze അത് വിശകലനം ചെയ്യുക. സംഘടിപ്പിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുക. എന്താ? ഹെൽത്ത് ഇൻഫർമേഷൻ ഓർഗനൈസ് ചെയ്യുക, അനലൈസ് ചെയ്യുക. എന്തിനു വേണ്ടിയാ? ഫോർ ബെറ്റർ യൂട്ടിലൈസേഷൻ, നല്ല ഉപയോഗത്തിന് വേണ്ടിയിട്ട്, പ്രോസസ് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട്, പ്രിപ്പയറിംഗ് റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട്, ആൻഡ് റിസർച്ച് പർപ്പസ്, ഗവേഷണ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് ഹെൽത്ത് ഇൻഫർമേഷൻ ഓർഗനൈസ് ചെയ്യുകയും അത് അനലൈസ് ചെയ്യുക, വിശകലനം ചെയ്യുകയും ചെയ്യുക. These are some jobs carried out by the health information manager. ഇതൊക്കെ ഈ ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ ചെയ്യുന്ന ചില ജോലികളാണ്. Okay, relying on the specific subfield, we end up in we may have a more specialized duties. അതിപ്പോ എല്ലായിടത്തും ഉണ്ടായിരിക്കും അല്ലേ? അതായത് relying on the, depending on, അവരുടെ ആ ഒരു പ്രത്യേക സബ് ഫീൽഡ്, ആ ഒരു ഉപമേഖലയിലെ അല്ലെങ്കിൽ സബ് ഫീൽഡിന്റെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് എന്താ പറയാ, കുറച്ച് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അല്ലെ, അതായത് ഓരോ ഇപ്പൊ ഹോസ്പിറ്റലിലാണെങ്കിലും ഒക്കെ നമ്മൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എന്താ ആ ഡ്യൂട്ടീസിൽ കുറച്ച് ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവാം. ചിലപ്പോ കുറച്ചും കൂടി സ്പെഷ്യൽ ഡ്യൂട്ടീസും അദ്ദേഹത്തിന്റെ കീഴിൽ വരാം. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളൊന്ന് നോക്കി വെക്കാം കേട്ടോ. കൈകാട്ട് ചെയ്യേണ്ട ജസ്റ്റ് പോയിന്റ്സ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജറിന്റെ ഡ്യൂട്ടീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്, 6 പോയിന്റ്സ് ആണ്, അതൊന്ന് വായിച്ചു വെച്ചേക്കാം. പിന്നെ ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ എക്സ്പാൻഡഡ് ഫോം നോട്ട് ചെയ്യണം. പിന്നെ അത് കൂടാതെ ആ ഫസ്റ്റ് ലൈനും കൂടി ഒന്ന് നോട്ട് ചെയ്യും കേട്ടോ. അതൊരു ക്ലാസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. ഓർഗനൈസ്, ഓവർസീസ് ആൻഡ് പ്രൊട്ടക്ട് പേഷ്യന്റ് ഹെൽത്ത് ഇൻഫർമേഷൻ ഡേറ്റ. ഹെൽത്ത് ഇൻഫർമേഷൻ ഡേറ്റ എന്ന് തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടുമല്ലോ അല്ലെ. ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജറിന്റെ ഡ്യൂട്ടിയിൽ വരുന്നതാണ് കേട്ടോ. അത് രണ്ടും നോട്ട് ചെയ്യുക. 6 പോയിന്റ്സുകളും ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചേക്കാം.
അപ്പൊ നമ്മുടെ ആ ചാപ്റ്റർ കഴിഞ്ഞു. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ബേസിക് എന്ന് പറഞ്ഞ ചാപ്റ്റർ തീർന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫോർത്ത് മൊഡ്യൂളില് ഒരു ചാപ്റ്റർ കൂടി എടുക്കാനുള്ളൂ, ലോണ്ടറി ആൻഡ് ക്ലീൻ സർവീസ്. എളുപ്പമുള്ള ചാപ്റ്റർ. അപ്പൊ ഞാൻ ഒരുപാടുള്ള ചാപ്റ്റർ കഴിഞ്ഞിട്ട് അടുത്ത എളുപ്പമുള്ളത് എടുക്കാലോ എന്ന് വിചാരിച്ച. ഇത് നല്ല സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നമുക്കറിയാം ലോണ്ടറി ആൻഡ് ക്ലീൻ സർവീസ്. ഹോസ്പിറ്റലിലെ കുറെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകളൊക്കെ നിങ്ങൾ പഠിച്ചില്ലേ? അപ്പൊ അതിനകത്ത് ഈ ഒരു പേര് കടന്നു പോയോ? നമ്മൾ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സില് പഠിച്ചില്ലേ ലോണ്ടറി ആൻഡ് ക്ലീൻ സർവീസ് എന്നുള്ളത്? പഠിച്ചോ? പഠിച്ചല്ലേ? ലോണ്ടറി ആൻഡ് ക്ലീൻ സർവീസ് മൊഡ്യൂള് 4-ലെ രണ്ടാമത്തെ ചാപ്റ്റർ ആട്ടോ ഇത്. അതുകൊണ്ട് ലാസ്റ്റത്തേക്ക് വെച്ചത്, എളുപ്പമുള്ള ചാപ്റ്റർ ലാസ്റ്റ് കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ലോണ്ടറി ആൻഡ് ക്ലീൻ സർവീസ് ഞാനിവിടെ ഷെയർ ചെയ്തിട്ടേക്ക് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലെ? ക്ലിയർ അല്ലേ ഷെയർ ചെയ്തേക്കുന്ന കാര്യം? ഓക്കെ. എന്താണ് നിങ്ങൾ പഠിച്ചത് അവിടെ? ലോണ്ടറി ആൻഡ് ക്ലീൻ സർവീസ് പറഞ്ഞു. എന്താണ് അതിനകത്ത് പഠിച്ചത്? എന്താണ്? തുണികള് തരംതിരിക്കൽ, തുണിത്തരങ്ങള്. ഓക്കെ. പിന്നെ എന്താണ്? നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ചെയ്യുന്ന കുറെ പ്രൊസീജിയർ, സ്റ്റെപ്സ്, കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ വീട്ടിൽ അലക്കലും കഴുകലൊക്കെ ചെയ്യാറില്ലേ പ്രോപ്പറായിട്ട്? അല്ലെ? നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒരു കാര്യമല്ലേ വാഷിങ് കാര്യങ്ങളൊക്കെ. സപ്ലൈ ചെയ്യുക, വാഷിങ്. ശരി, വാഷിങ്. പിന്നെ ഇപ്പൊ എന്താണ് ശരിക്കും ലോണ്ടറി ആൻഡ് ലിനൻ? ലോണ്ടറി എന്ന് പറഞ്ഞാൽ അലക്കല്, അലക്കുക എന്നുള്ള ഒരു മീനിങ് ആട്ടോ. ലിനൻ എന്ന് പറഞ്ഞാൽ തുണികള്. അതിനകത്ത് എസ്പെഷ്യലി നമുക്ക് ചണത്തുണി എന്ന് പറയാം, എങ്കിലും കോമൺ ആയിട്ട് തുണിത്തരങ്ങള് ലിനൻ ട്ടോ. ചണത്തുണിന്നും പറയാം, എങ്കിലും കോമൺ ആയിട്ട് ഇവിടെ പറയുന്നത് തുണിത്തരങ്ങൾ ഉദ്ദേശിച്ചിട്ടാട്ടോ. ചണത്തുണി മാത്രമല്ല, തുണിത്തരങ്ങള്. ലോണ്ടറി അലക്കലും കഴുകലും ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ പ്രത്യേകിച്ച് മലയാളികള് ഒരു നീറ്റ്നെസിന്റെ കാര്യത്തിൽ അവർ ഇത്തിരി ഫ്രണ്ട്ലി നിൽക്കണവര് തന്നെയല്ലേ? അല്ലേ? നമുക്ക് കുറച്ച് നനയും കഴുകലും അലക്കലൊക്കെ കൂടുതലാണല്ലേ? ഇല്ലേ? നമ്മുടെ പേഴ്സണൽ ഹൈജീനിക് മാത്രമല്ല, നമ്മുടെ വീടും പരിസരവും അല്ലേ, ഡ്രസ്സുകളും ഒക്കെ നമ്മൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ പെർഫെക്റ്റ് ആണ് അല്ലെ? അപ്പൊ അതുപോലെ ഹോസ്പിറ്റലിൽ ആണെങ്കിലും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ശരിക്കും ആവശ്യമില്ലേ? ഹോസ്പിറ്റലിലുള്ള വാർഡിലെ ബെഡ്ഷീറ്റുകള് അല്ലെ, അങ്ങനെയുള്ളത്. പിന്നെ ആ ഡോക്ടേഴ്സ് ആണെങ്കിലും അവിടുത്തെ സ്റ്റാഫുകളാണെങ്കിലും ധരിക്കുന്ന ഡ്രസ്സുകള്, ഇതെല്ലാം പ്രോപ്പറായിട്ട് വാഷ് ചെയ്ത് കൊടുക്കണം അല്ലെ? വെറുതെ വാഷ് ചെയ്താൽ പോരാ, പ്രോപ്പറായിട്ട് വാഷ് ചെയ്തിട്ട് അത് അയൺ ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യണം അല്ലെ? ഏത് സമയത്താണെങ്കിലും അവൈലബിൾ ആയിരിക്കണം. എല്ലാ ദിവസവും തന്നെ ഹോസ്പിറ്റലിലാണെങ്കിൽ ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റുന്നില്ലേ അവര് അല്ലേ? ബെഡ്ഷീറ്റുകളും കാര്യങ്ങളൊക്കെ മാറ്റി, അതെന്താ നമ്മുടെ ഒരു സേഫ്റ്റിയുടെ ഭാഗമാണ്. നമുക്ക് കുറച്ച് മെഡിസിൻസ് മാത്രം കഴിച്ചാൽ പോരല്ലോ അല്ലേ? അപ്പൊ നമ്മൾക്കാണെങ്കിലും അവിടെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്നാണെങ്കിലും ഡ്രസ്സുകൾ പേഷ്യന്റിന് തരുന്ന ഡ്രസ്സുകളൊക്കെ ആണെങ്കിലും അല്ലെ എല്ലാ ദിവസവും മാറാനായിട്ട് അപ്പൊ നല്ല നീറ്റായിട്ട് കഴുകി അലക്കി മടക്കി തേച്ച തുണിയാണ് നമുക്ക് കൊണ്ട് തരുന്നത് അല്ലെ? ബെഡ്ഷീറ്റ് ആണെങ്കിലും പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. ഗ്രാൻഡ് വാഷിംഗ് കോൺട്രാക്ട് എടുത്ത് ചെയ്യുന്നുണ്ടോ സഫീറ? ഓക്കെ, അതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഔട്ട്സോഴ്സ് സർവീസിന്റെ ഒക്കെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ പുറത്ത് കൊടുത്തപ്പോ എല്ലാരും ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ചെയ്യില്ല, കുറച്ചൊക്കെ പുറത്ത് കൊടുത്തും ഇങ്ങനെ സർവീസ് ചെയ്യുന്നുണ്ട്. അന്നേരം നമുക്ക് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യുന്നില്ല, നിങ്ങളും കൂടി ഒരു 2 way ആയിട്ട് പഠിക്കാതെ കുറച്ചും കൂടി എളുപ്പം. ഞാൻ തന്നെ പറയണേക്കാൾ നമുക്കൊക്കെ അറിയാവുന്ന ഒരു ചാപ്റ്റർ ആണ്, കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, നമുക്ക് ഇൻട്രൊഡക്ഷനിലേക്ക് ഒന്ന് നോക്കാം. അപ്പൊ എന്താ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ്? അതെന്താ? ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊവൈഡിങ് ആൻ ആഡിക്വേറ്റ്, clean and constant supply of linen to all users. അല്ലെ? ഹോസ്പിറ്റൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും എല്ലാ സ്റ്റാഫുകൾക്കും പേഷ്യൻസിനും എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ഒരു കോൺസ്റ്റന്റ് സ്ഥിരമായിട്ടുള്ള സപ്ലൈ തുണിത്തരങ്ങളൊക്കെ നമ്മളെ അലക്കി പ്രോപ്പറായിട്ട്, അത് പല വെറുതെ അലക്കൽ മാത്രമല്ല, നമ്മളത് ഡിസിൻഫെക്ഷൻ ഒക്കെ നടത്തി ഒക്കെ അങ്ങനെ
എന്താ പറയാ അങ്ങനെ നീറ്റ് ആയിട്ട് അല്ലെ അയൺ സ്റ്റേറ്റിലൊക്കെ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഒരു സപ്പോർട്ടീവ് ഒരു സർവീസ് ആണ് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാ അങ്ങനെ ചെയ്യുന്നത്? ബെറ്റർ ഹൈജീനിക് അല്ലെ, നമുക്ക് നല്ല ഹൈജീനിക് ആവാൻ, ക്ലീൻനെസ്സിന്, പിന്നെ റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ. പിന്നെ നമ്മൾ തുണിയൊക്കെ അലക്കി കഴുകിയൊക്കെ ഉപയോഗിക്കുന്നത് നമുക്ക് ഇൻഫെക്ഷൻ കുറയ്ക്കാൻ പറ്റൂലേ അല്ലേ? നമ്മൾ പ്രോപ്പർ ആയിട്ട് നല്ല നീറ്റ് ആയിട്ടുള്ള, അതും നമ്മൾ ഒരു മെഡിസിൻ ഇതിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമാണ്. നമ്മൾ കുറെ മരുന്ന് കഴിച്ചൊന്നും മാത്രമല്ല, നമുക്ക് നീറ്റ് ആവണം. നമ്മളെ ഡ്രസ്സില് നമ്മൾ ഇടുന്ന ഡ്രസ്സൊക്കെ ആണെങ്കിൽ ഇൻഫെക്ഷൻ ഇല്ലാതെ സുരക്ഷിതമായിട്ട് തന്നെ ഇരിക്കണം അല്ലെ. അപ്പൊ അത് റിസ്ക് ഓഫ് റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ, ബെറ്റർ പേഷ്യന്റ് കെയർ, ഇതിനൊക്കെ ലോണ്ടറി ലിനൻ സർവീസ് അത്യാവശ്യമാണ്. ഇൻട്രൊഡക്ഷൻ നോക്കിയേ. ഇൻ ദ പ്രസന്റ് ഡേ ഹോസ്പിറ്റൽ ദ ലോണ്ടറി ആൻഡ് ദ ലിനൻ സർവീസസ് ആർ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സപ്പോർട്ടീവ് സർവീസ്. അല്ലെ, ഹോസ്പിറ്റലിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടീവ് സർവീസ് ആണ് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ്. ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ്, ഡിപ്പാർട്ട്മെന്റ് എന്നാട്ടോ സ്പെല്ലിംഗ് ഒന്ന് നോക്കിയേ. ഡിപ്പാർട്ട്മെന്റ്, DEPARTMENT, PART, ഒരു എന്നെ ഇടയ്ക്ക് എടുക്കേണ്ട സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് അത്. ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് വേണ്ട, ഡിപ്പാർട്ട്മെന്റ് DEPARTMENT, ഡിപ്പാർട്ട്മെന്റ്. Laundry department at the hospitals are responsible for maintaining neatness of linen, staff uniforms, lab water, and tailoring service to meet the needs of the patients and the staff. പേഷ്യൻസിന് മാത്രമല്ല അല്ലെ, സ്റ്റാഫിന് വേണ്ടേ? സ്റ്റാഫിന് അവിടെ യൂണിഫോംസ് ഇല്ലേ? സ്റ്റാഫിന്റെ യൂണിഫോംസുകള് ഇപ്പൊ നമ്മൾ ഓരോ സ്ഥലത്ത്, ഇപ്പൊ ലാബിലാണെങ്കിൽ ലാബിൽ വർക്ക് ചെയ്യുന്നവർക്ക് വേറെ ഉണ്ട് അല്ലെ, ഓപ്പറേഷൻ തിയേറ്ററിൽ അവിടേക്ക് ആണെങ്കിലും പ്രത്യേകം കോട്ടുകൾ, അതൊക്കെ നമ്മൾ പഠിച്ചതല്ലേ. അപ്പൊ അങ്ങനെ ഇപ്പൊ മൊത്തത്തില് സ്റ്റാഫിനും പേഷ്യൻസിനും ഒക്കെ ഒരു നീറ്റ് ആയിട്ടുള്ള അല്ലെ, അവർക്ക് ആ ലിനൻ തുണിത്തരങ്ങള് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ, ലോണ്ടറി ആൻഡ് ലിനൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു എന്താ പറയാ റെസ്പോൺസിബിൾ, ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അല്ലെ. എന്തൊക്കെ വന്നേക്കുന്നത് ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് അറ്റ് ഹോസ്പിറ്റൽസ് ആർ റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് നീറ്റ്നെസ് ഓഫ് ലിനൻ, തുണിത്തരങ്ങളുടെ നീറ്റ്നെസ് മെയിൻറ്റെയിൻ ചെയ്യുക. സ്റ്റാഫ് യൂണിഫോംസ്, അതിനകത്ത് വരുന്ന എന്തൊക്കെയാ? തുണിത്തരങ്ങള്, സ്റ്റാഫിന്റെ യൂണിഫോംസ്, ലാബ് കോട്ടുകള്, ടൈലറിംഗ്, പിന്നെ അതുപോലെ വല്ല കീറിപ്പോയതൊക്കെ ഉണ്ടെങ്കിലേ സ്റ്റിച്ച് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ അതാണ് ടൈലറിംഗ് സർവീസ് എന്ന് പറയുന്നത്. നമ്മൾ വെറുതെ അലക്കി കഴുകി കൊടുക്കുക മാത്രമല്ല, അപ്പൊ അതിന്റെ ഒപ്പം തന്നെ വല്ല സ്റ്റിച്ചിങ് ഒക്കെ വിട്ടിട്ടുണ്ടെങ്കിൽ അതും കൂടി അവരെന്ത് ചെയ്യുന്നു, നമ്മൾ ആൾക്കാരൊക്കെ ഇടുമ്പോഴേ നമ്മള് എന്താ ആ സ്റ്റിച്ചിങ് വർക്കും കൂടി അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. ടൈലറിംഗ് സർവീസ് ടു മീറ്റ് ദ നീഡ്സ് ഓഫ് പേഷ്യന്റ് ആൻഡ് സ്റ്റാഫ്, പേഷ്യൻസിന്റെയും സ്റ്റാഫിന്റെയും ആവശ്യങ്ങള് പാലിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുക, അതാണ് റെസ്പോൺസിബിലിറ്റി. The hospital laundry with the linen which got stained from various body fluids, that is blood, urine, feces എന്ന് വെച്ചാൽ മല, etc. This type of linen needed to be cleaned, ശുദ്ധീകരിക്കുക. ക്ലെൻസ് എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിക്കുക. And the service before they are being put into the washing machine, as they are carefully and delicately handled. ഇത് നോക്കി ഇവിടെ പറഞ്ഞേക്കുന്നത്, നമ്മൾ ഈ പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നൊക്കെ കളക്ട് ചെയ്യുന്ന ഈ തുണിത്തരങ്ങള് എങ്ങനെയാ, അത് നേരെ എന്താ പറയാ, അത് ചിലപ്പോ ബ്ലഡിന്റെ അംശം ഉണ്ടാവും. ഇപ്പൊ തിയേറ്ററിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന തുണികളൊക്കെ ആണെങ്കിൽ ഇതേ ഡെലിവറി ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു ഡ്രസ്സ് തരൂലേ, ഒരു ഗൗൺ തരൂലേ അല്ലെ. അപ്പൊ അതിനകത്തൊക്കെ എന്താ, പിന്നെ സർജറി ചെയ്യുമ്പോഴും നമ്മുടെ ഡ്രസ്സ് ഇട്ടിട്ടല്ലല്ലോ ചെയ്യുന്നേ. അപ്പൊ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ നമുക്ക് അവിടെ ആ ഡ്രസ്സ് തരും. അപ്പൊ അതൊക്കെ ഇങ്ങനെ സർജറി ഒക്കെ ചെയ്യുമ്പോൾ എന്താ പറയാ, കുറച്ച് ബ്ലഡ് ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട് അല്ലെ. ബ്ലഡ്, യൂറിൻ, അല്ലെങ്കിൽ ഫീസസ് നാട്ടത്, ഫീസസ് എന്തെങ്കിലും യൂറിനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വേസ്റ്റുകളൊക്കെ അതിനകത്ത് പറ്റാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അതെങ്ങനെയാ, അപ്പൊ നമ്മളത്
ക്ലീൻ ആയിട്ട് നമ്മൾ പിന്നെ അടുത്ത പേഷ്യന്റിന് അത് ആ ഡ്രസ്സ് ഉപയോഗിക്കാറുള്ളതല്ലേ. അപ്പൊ അതുകൊണ്ട് വെറുതെ ഒന്ന് കഴുകി കൊടുക്കുക മാത്രമല്ല, നമ്മൾ നല്ല വൃത്തിയായിട്ട് അല്ലെ അത് ശുദ്ധീകരിച്ചിട്ട് നമ്മൾ ചെയ്യണം. അത് നോക്കിയേ, ബിഫോർ ദേ ആർ ബീയിങ് പുട്ട് ഇൻ ടു ദ വാഷിംഗ് മെഷീൻ. അത് നേരെ വാഷിംഗ് മെഷീനിലേക്ക് ഇടുകയല്ല ചെയ്യുന്നത്, അതൊന്ന് ക്ലീൻ ആക്കിയിട്ടാണ് മെഷീനിലേക്ക് ഇടുന്നത്. നമ്മൾ അങ്ങനെയല്ലേ, ഇപ്പൊ നമ്മൾ എല്ലാ ഡ്രസ്സും കൂടി ഒരുമിച്ച് വാഷിംഗ് മെഷീനിലേക്ക് ഇടുവാണോ? നമ്മൾ തുണി അലക്കാൻ എടുക്കുമ്പോ അതിലെന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും അറിയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ ഷർട്ടൊക്കെ ആണെങ്കിൽ അതിൽ കോളറിലൊക്കെ കുറച്ച് അഴുക്കൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് സോപ്പൊക്കെ ഇട്ട് സ്ക്രബ് ചെയ്തതിന് ശേഷം നമ്മുടെ മെഷീനിലേക്ക് ഇടുന്നേ. നമ്മൾ ചെയ്യുന്ന പോലൊക്കെ തന്നെയാണ് അവിടെ അല്ലെ. അപ്പൊ അതൊന്ന് എക്സ്ട്രാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് വാഷ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, മെഷീനിലേക്ക് ഇടുന്നത്. കെയർഫുള്ളി നമ്മൾ എങ്ങനെയാ, നമ്മൾ വളരെ ശ്രദ്ധിച്ച് നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് അല്ലെ, അങ്ങനെ നമ്മളൊരു വിശ്വസനീയമായിട്ടുള്ള ഒരു സർവീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത്. A reliable laundry service is of the greatest importance to the hospital. ഒരു വിശ്വസനീയമായിട്ടുള്ള ലോണ്ടറി സർവീസ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലുകൾക്ക് ഏറ്റവും പ്രധാനമാണ്. വേണ്ടേ അല്ലേ? സേഫ്റ്റിക്ക് വേണ്ടേ ഒരു നല്ലൊരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് വേണ്ടേ? തുണികളൊക്കെ പ്രോപ്പറായിട്ട് വാഷ് ചെയ്ത് കൊടുക്കണം. അല്ലാതെ നമ്മളിപ്പോ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് ഉപയോഗിച്ച ഡ്രസ്സ് തന്നെ അടുത്ത പേഷ്യന്റ് കൊടുക്കാൻ പറ്റുമോ? അല്ലെ, അടുത്ത പേഷ്യന്റ് വരുമ്പോഴത്തേക്കും അത് നമ്മൾ വാഷ് ചെയ്തിട്ട് അയൺ ചെയ്ത് നല്ല നീറ്റായിട്ട് വെക്കണം അല്ലെ. ജെർമ്സ് ഒന്നും ഇല്ല, ഫ്രീ ആയിട്ട് നല്ല നീറ്റായിട്ട് തന്നെ വെക്കണം. ഒരു വിശ്വസനീയമായിട്ടുള്ള ഒരു ലോണ്ടറി സർവീസ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ. ഒരു പ്രധാന ഹോസ്പിറ്റലിന് ഏറ്റവും അധികം പ്രാധാന്യമുണ്ട്. അത് നല്ലൊരു, അതായത് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്, അതാ പറയുന്നത് കേട്ടോ. ലോണ്ടറി സർവീസില് നമ്മൾ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് പഠിച്ചു, അതുപോലെ തന്നെ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റും വളരെയധികം പ്രാധാന്യമുണ്ട്. ഓക്കെ, ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? അപ്പൊ അതിനകത്ത് സെക്കൻഡ് സെന്റൻസ് ഒന്നാമതായി ചെയ്തിട്ടോ കേട്ടോ. ഞാൻ പറഞ്ഞതാണ്, ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്നോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വേണ്ട ഡ്രസ്സുകൾ ക്ലോത്ത്സ് ഒക്കെ വാഷ് ചെയ്ത് കൊടുക്കുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ്. ഈ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഏതാണ് ഓപ്ഷൻ നോക്കുക, ഓപ്ഷൻ നോക്കിയിട്ട് കറക്റ്റ് ആൻസർ ചെയ്യുക. നോക്കിയേ നെക്സ്റ്റ് രണ്ടാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞേക്കണേ, ലിനൻ ആൻഡ് ലോണ്ടറി സർവീസ് ടു പ്രൊവൈഡ് സേഫ്, clean and well, മതിയായ and timely supply of linen to user units of a hospital at the right time, right place, right quantity and right price. Okay, ഈ ലിനൻ ആൻഡ് ലോണ്ടറി സർവീസ് ഷുഡ് ബി പ്രൊവൈഡ്. എങ്ങനെ വേണം പ്രൊവൈഡ് ചെയ്യാൻ? ഈ തുണികളും കാര്യങ്ങളൊക്കെ എങ്ങനെയാ പ്രൊവൈഡ്? സേഫ്, വളരെ സുരക്ഷിതമായി അല്ലെ, സേഫായിട്ട് ക്ലീൻ, വൃത്തിയായി, ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ആവശ്യത്തിന് കൊടുക്കണ്ടേ അല്ലെ. ഓരോ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആണെങ്കിൽ അവിടെ ആവശ്യത്തിന് നമ്മൾ കൊടുക്കണം അല്ലെ. എത്ര പേരുണ്ട് അല്ലെങ്കിൽ അവർക്ക് അനുസരിച്ച് തന്നെ കൊടുക്കണം എല്ലാ ഇതും. അപ്പൊ മതിയായിട്ടുള്ളത് ടൈംലി, അതുപോലെ സമയബന്ധിതമായി കൊടുക്കണം. ഒരെണ്ണം നമ്മള് എന്താ പറയാ ഹോസ്പിറ്റൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അതൊക്കെ പഠിക്കാനുണ്ട് കേട്ടോ. നമുക്ക് ഒരെണ്ണം മടക്കി സെറ്റ് ആയത് അവിടെ ഇരിക്കണം. അതാണ് നമ്മൾ അതിന്റെ ലാഗൊന്നും വരാൻ പാടില്ല. ഇപ്പൊ നമ്മളിപ്പോ ഒരു പേഷ്യന്റ് ആണെങ്കിലും വന്ന് അവര് ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ നമ്മൾ സർജറിക്ക് ഇത് പറയുമ്പോഴത്തേക്കും അവർക്ക് ഡ്രസ്സ് അവിടെ അവൈലബിൾ ആയിരിക്കണം. അയ്യോ അത് അലക്കിയിട്ടില്ല അല്ലെങ്കിൽ ഉണങ്ങിയിട്ടില്ല അങ്ങനെ പറയാൻ പറ്റോ? അതാണ് ടൈംലി സപ്ലൈ, കറക്റ്റ് സമയത്ത് അല്ലേ, നമ്മുടെ കറക്റ്റ് സമയബന്ധിതമായി രാവിലെ കൊടുക്കുന്നൊക്കെ ഉണ്ട്. അതായത് എന്താ പറയാ കറക്റ്റ് ടൈമിൽ തന്നെ, അതായത് അതിനൊരു നമുക്കൊരു എന്താ പറയാ ഗ്യാപ്പ് ഒന്നും വരാൻ പാടില്ല. കറക്റ്റ് ടൈംലി സപ്ലൈ, സമയബന്ധിതമായിട്ട് തന്നെ കൊടുക്കണം. ഓഫ് ദ ലിനൻ ടു യൂസർ യൂണിറ്റ്സ്, തുണികൾ ആയി ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക്. ഓഫ് ദ ഹോസ്പിറ്റൽ, വീണ്ടും പറഞ്ഞിട്ട് റൈറ്റ് ടൈം, ശരിയായ സമയത്ത്, റൈറ്റ് പ്ലേസ്, ശരിയായ സ്ഥലത്ത്, റൈറ്റ് ക്വാണ്ടിറ്റി, ശരിയായ അളവില്, റൈറ്റ് പ്രൈസ്, ശരിയായ വിലയില്. ശരിയായ വിലയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പേഷ്യൻസിന് അതിന് കോസ്റ്റ് കൊടുക്കണം എന്നല്ല,
നമുക്കത് കറക്റ്റ് ഇപ്പൊ പുറത്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ ചെയ്യുന്നതൊക്കെ ശരിയായ പ്രൈസിൽ, ശരിയായ വിലയിൽ, ശരിയായ സമയത്തൊക്കെ ഹോസ്പിറ്റലിൽ എത്തിച്ചു കൊടുക്കണം. അതാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി this term is used to denote clothing item. അപ്പൊ ഈ ടേം ലിനൻ എന്ന് പറഞ്ഞ ടേം എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? തുണിത്തരങ്ങളെയാണ്, ക്ലോത്തിങ് ഐറ്റംസ്, വസ്ത്രങ്ങളെയാണ് ഈ ലിനൻ. അതായത് പറഞ്ഞത് ലിനൻ എന്ന് പറഞ്ഞാൽ തുണി എന്നാണ് അതൊരു മീനിങ് ഉദ്ദേശിച്ചത്. ഇതിൽ ചണത്തുണിന്നും പറയുന്നുണ്ട് കേട്ടോ. അതായത് കോമൺ ആയിട്ട് ക്ലോത്തിങ് ഐറ്റത്തിനെയാണ് ഈ ടേം ലിനൻ എന്ന് പറഞ്ഞ ടേം ഡിനോട്ട് ചെയ്യുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. The term is used to denote clothing item. It consists of all the textiles used in hospitals, which include mattress, മെത്തുകള്. എന്തൊക്കെയാ പറഞ്ഞേതാട്ടോ ആ ക്ലോത്തിങ് ഐറ്റം അല്ലെങ്കിൽ തുണിത്തരങ്ങളിലെ ഹോസ്പിറ്റല്? മാട്രസ്, മെത്തുകള്. പിന്നെ അതുപോലെ നോക്കിയ ബെഡ് കവറുകള്, ബെഡ്ഷീറ്റുകള്, ടവലുകള്, ബ്ലാങ്കറ്റുകള്, സ്ക്രീൻ വെച്ച് മറക്കുന്ന സ്ക്രീൻ ഇല്ലേ അത്, കർട്ടൻ, ഡോക്ടർ കോട്ട്, ഡോക്ടറിന്റെ കോട്ട്, ടേബിൾ കവർ, ഇതെല്ലാം ആ ക്ലോത്തിങ് ഐറ്റത്തിൽ ഉൾപ്പെടും. അപ്പൊ ഇതെല്ലാം നമ്മൾ പ്രോപ്പർ ആയിട്ട് പിന്നീട് വാഷ് ചെയ്ത് നമ്മള് കറക്റ്റ് ആയിട്ട് അയണൊക്കെ ചെയ്ത് കറക്റ്റ് ആയിട്ട് സപ്ലൈ ചെയ്യും എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും, എല്ലായിടത്തേക്കും, ഹോസ്പിറ്റലിന്റെ എല്ലാ ഏരിയയിലേക്കും കൊടുക്കണം. The most preferred frequently used material is cotton. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. അതിന് മുന്നിലുള്ള ആ ക്ലോത്തിങ് ഐറ്റംസ് ഏതൊക്കെയാന്നുള്ളത് അത് നോട്ട് ചെയ്തോ. ടെക്സ്റ്റൈൽസ് യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽസ് ഏതൊക്കെയാ? include mattress, bed cover, bed sheet, towel, blanket, screen, curtain, doctor coat, table cover, etc. Okay. The most preferred and frequently used, ഏറ്റവും പ്രിഫറൻസ് കൊടുക്കുന്നത് ഏത് മെറ്റീരിയലിലാണ് നോക്കിയേ? ഈസ് കോട്ടൺ. കോട്ടൺ ആണ് ഏറ്റവും പ്രിഫറൻസ് കൊടുക്കുന്നത്. അണ്ടർലൈൻ ചെയ്തോട്ടോ, ചെയ്തിട്ടാ. അപ്പൊ നമ്മൾ തുണിത്തരങ്ങൾ എന്ന് പറഞ്ഞു എങ്കിലും അവിടെ ഏറ്റവും പ്രധാനം കൊടുക്കുന്നത് കോട്ടൺ ആണ്. എന്താ കോട്ടന്റെ പ്രത്യേകത? എന്താ കോട്ടന്റെ പ്രത്യേകത? ആസ് ഇറ്റ് ഈസ് ലോവർ പ്രൈസ്ഡ്, പ്രൈസ് കുറവാണ്, ആൻഡ് മോർ കംഫർട്ടബിൾ, വളരെ സുരക്ഷിതമാണ്. നമ്മളും കോട്ടൺ വസ്ത്രങ്ങളല്ലേ, പ്രത്യേകിച്ച് ഈ ചൂട് സമയത്തൊക്കെ ആണെങ്കിലും നമ്മളെ നൈലോൺ പോളിസ്റ്ററിന്റെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ചൂടെടുക്കും അല്ലെ. അപ്പൊ ആ സമയത്തൊക്കെ ആണെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് കോട്ടൺ വസ്ത്രങ്ങളാണ് കുറച്ചും കൂടി നമുക്ക് കംഫർട്ടബിൾ. നമുക്കധികം ചൂടെടുക്കില്ല അല്ലെ. ബോഡിക്ക് ആണെങ്കിലും നമുക്ക് ഡ്രസ്സ് എപ്പോഴും കോട്ടൺ തന്നെയാണ് നല്ലത്. പല മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ പോലും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഏതാണ്? കോട്ടൺ ആണ്. ചോദിച്ചിട്ടുണ്ട് കേട്ടോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ. ദ മോസ്റ്റ് പ്രിഫേർഡ് ആൻഡ് ഫ്രീക്വന്റ്ലി യൂസ്ഡ് മെറ്റീരിയൽ ഈസ് ഡാഷ്. ഏതാണ്? കോട്ടൺ. അണ്ടർലൈൻ ചെയ്ത എല്ലാവരും കോട്ടൺ പഠിച്ചു വയ്ക്കുക കേട്ടോ. കോട്ടൺ എന്തുകൊണ്ടാ ഇവിടെ പറഞ്ഞേക്കുന്നത്? പ്രൈസ് കുറവാണ്, കുറച്ചും കൂടി നമുക്ക് കംഫർട്ടബിൾ ആണ്. അടുത്ത് നോക്കിയേ, ഹോസ്പിറ്റൽ ലോണ്ടറി റിസീവ്സ് all the linen material from different areas such as ward, operation theatre, OPD and office area, where they undergo the process of sorting, washing, extracting, drying, ironing, folding, venting and delivery, etc. നോക്കിയവിടെ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഹോസ്പിറ്റൽ ലോണ്ടറി സർവീസ് റിസീവ്. ഹോസ്പിറ്റൽ ലോണ്ടറി സർവീസ് റിസീവ് ചെയ്യുന്നത് ഓൾ ദ ലിനൻ മെറ്റീരിയൽ, എല്ലാ തരത്തിലുള്ള തുണിത്തരങ്ങളും എവിടെയെല്ലാം ഫ്രം ഡിഫറെന്റ് ഏരിയാസ്, പല ഏരിയയിൽ നിന്നുള്ള ഡിഫറെന്റ് ഏരിയാസ്, പല ഹോസ്പിറ്റലിലെ പല ഏരിയയിൽ നിന്നുമുള്ള ലിനൻ മെറ്റീരിയൽ ഹോസ്പിറ്റൽ ലോണ്ടറി സർവീസ് എന്ത് ചെയ്യുന്നു? റിസീവ് ചെയ്യുന്നു. ഏതൊക്കെ പറഞ്ഞത്? വാർഡിൽ നിന്നുള്ളത്, ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നുള്ളത്, OPD-യിൽ നിന്നുള്ളത് ആൻഡ് ഓഫീസ് ഏരിയ ഇവിടെ നിന്നുള്ളതെല്ലാം റിസീവ് ചെയ്യുന്നുണ്ട്. When they undergo the process of, എന്തൊക്കെ പ്രോസസ് അവിടെ നടത്തുന്നതെന്ന് നോക്കിയേ? സോർട്ടിങ്. സോർട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ? തരം തിരിക്കുക. നമ്മളാണെങ്കിലും തുണി അലക്കാനൊക്കെ ഇടുമ്പോ മിഷീനിലൊക്കെ ഒരുമിച്ച് ഇടുകയാണ് ചെയ്യണേ. കളർ അളകണത് മാറ്റി വെക്കും അല്ലെ, വൈറ്റുകൾ മാറ്റി വെക്കും, അങ്ങനെയല്ലേ? നമ്മൾ ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടല്ലേ ചെയ്യുന്നത്. അതുപോലെ തന്നെ അവര് എല്ലാ ഡ്രസ്സുകളും ഒരുപോലെയല്ല, ഒരുമിച്ചല്ല അവിടെ കൊടുക്കുന്നത്. എന്ത് ചെയ്യും? ആദ്യം എന്താ? ആ ഒരു പ്രോസസ് ആയിട്ടാ പറഞ്ഞേക്കണേ. സോർട്ട് ചെയ്യും, അതിനെ തരംതിരിക്കും.
ഓരോ തുണിത്തരങ്ങൾ. ഇപ്പൊ ബ്ലഡിന്റെ അംശമുള്ളതൊക്കെ വേറെ, ഇപ്പൊ സാധാ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താൽ മതി, അധികം ഇതൊന്നും ഇല്ലാത്ത വേറെ, കോട്ടുകൾ വേറെ, അല്ലെങ്കിൽ ബെഡ്ഷീറ്റുകൾ വേറെ, പില്ലോ കവർ വേറെ. അങ്ങനെ അവരാദ്യം തന്നെ ആ തുണിത്തരങ്ങളെ എന്ത് ചെയ്യും, സോർട്ട് ചെയ്യും. ദെൻ വാഷിംഗ്, അതൊക്കെ കഴുകും. എക്സ്ട്രാക്റ്റിംഗ്, എക്സ്ട്രാക്ട് ചെയ്യാന്ന് വെച്ചാൽ വേർതിരിക്കാന്നുള്ള കേട്ടോ. ഡ്രൈയിങ്, ഡ്രൈ ചെയ്യാം. അയണിങ്, അത് എന്ത് ചെയ്യുന്നു, അയൺ ചെയ്യുന്നു, തേക്കുന്നു. ഫോൾഡിങ്, മടക്കുന്നു. മെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നാക്കുക എന്നുള്ള കേട്ടോ. അത് കറക്റ്റ് ആയിട്ട് വെക്കാറുണ്ട്. ആൻഡ് ഡെലിവറി. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, തരംതിരിച്ച് അത് വാഷ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് അയണൊക്കെ ചെയ്ത് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളതും ഒക്കെ പ്രത്യേകം എന്ത് ചെയ്യുന്നു, തരം തിരിച്ച് അവരെന്ത് ചെയ്യുന്നു, ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ ഡെലിവറി നടത്തുന്നു. In the case of linen, special care should be taken. ഇനി ലിനന്റെ കാര്യത്തില്, ലിനൻ എന്ന് പറഞ്ഞപ്പോ ഇവിടെ നമുക്ക് ചണത്തുണി എന്ന് വേണ്ടി പറയാം കേട്ടോ. തുണിയാണ്, അത് ലിനന്റെ കാര്യത്തില് പ്രത്യേകം കെയർ കൊടുക്കണം. സ്പെഷ്യൽ കെയർ ഷുഡ് ബി ടേക്കൺ. ഇവിടെ ചണത്തുണിയാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ അതൊക്കെ ഇങ്ങനെ മടങ്ങാതെ നല്ല മിനുസൊക്കെ ഉള്ളതല്ലേ. അപ്പൊ അത് വെച്ചാൽ അതിന് ഈ ചുളിവുകളൊക്കെ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ലിനന്റെ കാര്യത്തില് പ്രത്യേകം നമ്മൾ ശ്രദ്ധ കൊടുക്കണം. തുണിത്തരങ്ങളുടെ കാര്യത്തിലാണെങ്കിലും നമ്മൾ പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം. ഇനി അടുത്ത് നോക്കി, അപ്പൊ അതൊക്കെ ഒരു ഇൻട്രൊഡക്ഷനിൽ കോമൺ ആയിട്ട് നമ്മൾ പറഞ്ഞേക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം. നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടതൊക്കെ ഒന്നുകൂടി നോക്കാം. ഇനി അടുത്തത് ഒബ്ജക്റ്റീവ്സ് ആണ്. ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ്? ലക്ഷ്യങ്ങൾ എന്തൊക്കെയാ? മെയിൻ ആയിട്ട് എന്താ പർപ്പസ്, എന്താ ലക്ഷ്യം? മെയിൻ ആയിട്ട് എന്താ ലോണ്ടറി ലിനൻ സർവീസ് എന്താ ചെയ്യുന്നേ? ക്ലീൻ ആയിട്ടുള്ള, ബാക്കി പോരട്ടെ, ക്ലീൻ ചെയ്യുക. ക്ലീൻ ആയിട്ടുള്ളത് എന്താ ചെയ്യണേ? പ്രോപ്പറായിട്ട് വാഷിംഗ് ചെയ്യുക. പിന്നെന്താ, പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കളക്ട് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് വാഷ് ചെയ്ത് അയൺ ചെയ്തൊക്കെ തിരിച്ച് അവർക്ക് ഡെലിവറി കൊടുക്കണ്ടേ, അല്ലേ? ഡെലിവറി കൊടുക്കണം. അവർക്ക് തിരിച്ച് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ കറക്റ്റ് ടൈമില്, അല്ലെ, ടൈമില് നമ്മൾ കറക്റ്റ് ടൈമില് അത് എന്ത് ചെയ്യാൻ തരും. ഇൻഫെക്ഷൻ കുറയ്ക്കണം. ശരിയാണ്. അതൊക്കെ ഒരു എന്താ പറയാ, ഒരു ഒബ്ജക്റ്റീവ് ആണ്, ലക്ഷ്യമാണ് കേട്ടോ. ഇൻഫെക്ഷൻ കുറയ്ക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത്. Okay, the purpose of this department is to provide adequate clean material to the patient and the personnel of staff. Like patients നും സ്റ്റാഫിനും ക്ലീൻ ആയിട്ടുള്ള മെറ്റീരിയൽ, മതിയായ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുക. while ensuring that hygienic, കണ്ടോ, എന്തും കൂടി നമ്മൾ അവിടെ എൻഷുർ ചെയ്യണം. ഹൈജീനിക് കണ്ടീഷൻ, അതൊരു സുരക്ഷിതമായിട്ടുള്ള വൃത്തിയുള്ള ഹൈജീനിക് ആയിട്ടുള്ള കണ്ടീഷൻ എൻഷുർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്, ആ പ്രോസസ്സ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാൻ പറ്റൂല, അല്ലെ? അതാണ് പ്രോപ്പർ ആയിട്ടുള്ള ഹൈജീനിക് കണ്ടീഷൻസ് അല്ലെങ്കിൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഈ പേഷ്യൻസിനും മറ്റുള്ള സ്റ്റാഫുകൾക്കും ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്, ക്ലീൻ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസിന്റെ ഒബ്ജക്റ്റീവ്. അണ്ടർലൈൻ ചെയ്തിട്ടോ. The department is to provide adequate clean material to patient and staff or personnel. ഹോസ്പിറ്റലിലെ ഉദ്യോഗസ്ഥര്, സ്റ്റാഫുകൾക്ക്, പേഷ്യൻസിന് മതിയായിട്ടുള്ള ക്ലീൻ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുക. അവിടെ ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പൊ ആ പ്രോസസ്സിൽ അവർ എന്താ, ഹൈജീനിക് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. The main objectives of the department are the following. ഈ ഡിപ്പാർട്ട്മെന്റിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് ആണ് ഇവിടെ പറയുന്നത്. Okay, to retain a comfortable and safe environment for the patient, staff and visitors. To retain ചെയ്യാൻ, നിലനിർത്താം. കംഫർട്ട്, സുഖപ്രദമായിട്ടുള്ള, സേഫ് ആയിട്ടുള്ള, സുരക്ഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം ആർക്ക്? ഫോർ ദ പേഷ്യന്റ്, സ്റ്റാഫ് ആൻഡ് വിസിറ്റേഴ്സ്. പേഷ്യൻസിനും ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്കും ഇനി അവരെ കാണാൻ വന്ന വിസിറ്റേഴ്സിനും ഒരു സുരക്ഷിതമായിട്ടുള്ള, സുഖപ്രദമായിട്ടുള്ള ഒരു അന്തരീക്ഷം റിറ്റെയിൻ ചെയ്യുക, നിലനിർത്തുക. ശരിയല്ലേ? അല്ലേ? ഒരു ഒബ്ജക്റ്റീവ് അല്ലേ? നമുക്കും ഇപ്പൊ നമ്മളാണെങ്കിലും ഇടുന്ന ഡ്രസ്സ് നീറ്റ് അല്ലെങ്കിൽ നമുക്ക് കംഫർട്ട് ആണോ? നമ്മള് ഡൗണ്ടി ആയിട്ടിരുന്ന മുഷിഞ്ഞ ഡ്രസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇടുവോ? അല്ലെ? നമ്മൾ 2 നേരം കുളിച്ച് നമ്മൾ ഡ്രസ്സ് നമ്മൾ മാറും, അല്ലേ? ഒരു ഇതാണെങ്കിലും ഡ്രസ്സിൽ അഴുക്ക് പറ്റോ, ഇതാണെങ്കിൽ നമുക്കത് കംഫർട്ട് അല്ല.
അല്ലേ? അതുകൊണ്ട് പേഷ്യൻസ് ആണ്, അവർക്ക് വേറെ രോഗങ്ങളായിട്ട് വന്ന് ട്രീറ്റ്മെന്റിന് ഇരിക്കുന്നതാണ്. അപ്പൊ അവരിടുന്ന അവരുപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ എന്തായിട്ട് ഇരിക്കണം? ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കേണ്ടതുണ്ട് അല്ലെ? ഇൻഫെക്ഷൻ വരാതിരിക്കാനും രോഗങ്ങൾ വേഗം മാറുന്നതിനൊക്കെ വേണ്ടിയിട്ടും അങ്ങനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഒന്നാമത്തെ എന്താ പറഞ്ഞേക്കുന്ന ഒബ്ജക്റ്റീവ്സ്? നമുക്ക് ഇന്ത്യയുടെ കംഫർട്ട് ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം ആർക്കൊക്കെ? പേഷ്യൻസിനും സ്റ്റാഫിനും വിസിറ്റേഴ്സിനും ഒക്കെ നിലനിർത്തുക. അപ്പൊ അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ഒബ്ജക്റ്റീവ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തതോ ഒക്കെ ചോദിക്കാം. അടുത്ത് നോക്കിയേ, അല്ലെങ്കിൽ ചോദിക്കാം ടു റീറ്റെയിൻ എ കംഫർട്ടബിൾ ആൻഡ് സേഫ് എൻവയോൺമെന്റ് ഫോർ ദ ഡാഷ്. ആർക്കൊക്കെയാ? പേഷ്യൻസിനും സ്റ്റാഫിനും വിസിറ്റേഴ്സിനും. നാലാമത്തെ ഓപ്ഷൻ വരെ കൊടുക്കാം. ഓൾ ഓഫ് ദ എബോവ് എന്ന് കൊടുക്കാം. അടുത്ത നോക്കിയേ, ടു പ്രൊവൈഡ് കോൺസ്റ്റന്റ് സപ്ലൈ ഓഫ് qualitatively linen to various required area like IPD, the inpatient, IP, inpatient, population theatre and OPD and other areas. IP എന്നുള്ള IPD, patient department. അപ്പൊ നോക്കിയേ, ഒരു സ്ഥിരമായിട്ടുള്ള സപ്ലൈ അല്ലെ, ക്വാളിറ്റേറ്റീവ് നല്ല ഗുണമേന്മയുള്ള തുണികളുടെ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സ്ഥിരമായിട്ടുള്ള സപ്ലൈ പ്രൊവൈഡ് ചെയ്യുക അല്ലെ. നോക്കി എവിടേക്കാ? IPD-യിലേക്ക്, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക്, OPD-യിലേക്ക്, മറ്റുള്ള ഏരിയയിലേക്കൊക്കെ ഒരു ഗുണനിലവാരമുള്ള ക്ലീൻ ആയിട്ടുള്ള മെറ്റീരിയൽസ് സ്ഥിരമായിട്ടുള്ള ഒരു സപ്ലൈ നൽകുക. അടുത്ത നോക്കി, ടു കൺട്രോൾ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ ആൻഡ് റീറ്റെയിൻ ദ ക്വാളിറ്റി ഓഫ് ദ കെയർ. To control hospital infection. മൂന്നാമത്തെ പോയിന്റ് എന്താ? ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുക and retain നിലനിർത്തുക ക്വാളിറ്റി ഓഫ് കെയർ, ഗുണനിലവാരത്തിന്റെ അല്ലെ പരിചരണത്തിന്റെ ക്വാളിറ്റി റീറ്റെയിൻ ചെയ്യുക, നിലനിർത്തുക അല്ലെ. നല്ല നീറ്റ് ആയിട്ടുള്ള ക്വാളിറ്റി ഓഫ് കെയർ, പരിചരണത്തിന്റെ ഗുണനിലവാരം. അതായത് നമ്മൾ നല്ല കെയർ അല്ലേ കൊടുക്കുന്നേ, ആ കെയറിന്റെ ക്വാളിറ്റി കൂട്ടല്ലേ, നല്ല മെറ്റീരിയൽസ്, നമ്മൾ ഫ്രീ ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഇൻഫെക്ഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ, കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ആ കൊടുക്കുന്ന ആ ഗുണനിലവാരത്തിന്റെ ക്വാളിറ്റിയും ഗുണമേന്മയും, നമ്മൾ കൊടുക്കുന്ന കെയർ, അത് ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യൻസിന് കൊടുക്കുന്ന കെയർ, അതിന്റെ ക്വാളിറ്റി നിലനിർത്തുക. ക്വാളിറ്റി ഓഫ് കെയർ. ക്ലിയർ ആയല്ലേ? 3 പോയിന്റ്സ് എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് എന്നുള്ളത്? ഫസ്റ്റ് ആ 3 പോയിന്റ് നോക്കണം. അതുപോലെ തന്നെ ഫസ്റ്റ് പോയിന്റും ആ ഫസ്റ്റ് സെന്റൻസും കൂടി അതിലൊന്ന് നോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എളുപ്പമുള്ള ചാപ്റ്റർ അല്ലേ? എളുപ്പല്ലേ? വായിച്ചാൽ മനസ്സിലാവുന്ന ചാപ്റ്റർ ആണ് അല്ലേ? അപ്പൊ ബാക്കിത്തെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. അപ്പൊ ഒബ്ജക്റ്റീവ്സ് വരെയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ലോണ്ട്രി ആൻഡ് ലിനൻ. ഇനി നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ പഠിപ്പിക്കാം കേട്ടോ. നമ്മൾ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ആ ഓരോ പ്രോസസ്സ് സ്റ്റെപ്സുകള് കുറച്ചും കൂടി കഴിച്ചിട്ട് ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കാം. ഓക്കെ, അപ്പോ എന്താ പറയാ, ഞാൻ നെക്സ്റ്റ് ഡേ ബാക്കി നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.